മഷ്റൂം വെച്ച് നല്ലൊരു കറി തയ്യാറാക്കിയാലോ? ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെ നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതിലേക്ക് വലിയൊരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ സവാള ഒരുപാടങ്ങ് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 5-10 അണ്ടിപ്പരിപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. നമ്മളിതെല്ലാം നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഇനി ഇത് നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. സെയിം പാനിലേക്ക് തന്നെ ഒരു കഷ്ണം ബട്ടറും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കുറച്ച് അധികം എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ മഷ്റൂം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളം തന്നാലിങ്ങനെ ഊറി വരും. അപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ചുകൊണ്ട് വന്ന ആ ഒരു മിക്സും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇത് കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് കുറുകിയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ചേർക്കാൻ മറക്കരുത്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറീൻ്റെ കൂടെ അത് കടിക്കുമ്പോൾ. അപ്പോൾ അത് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മധുരം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ മഷ്റൂമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇനിയും വീണ്ടും സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മഷ്റൂം വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡിയായി. അപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.